ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. കാർഗോക്കാരെ എനിക്കിട്ട് ജസ്റ്റ് ഒന്ന് പണിയാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് പോലെ ആക്കിയിട്ട് ഷൂട്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടിഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് മുറ്റത്തേക്കെല്ലാം ഇറങ്ങിയതാണ്. ഇതിപ്പോൾ ഇവിടുത്തെ പുല്ലുണ്ടല്ലോ, നമ്മളെ പൂൾ ഏരിയയിലുള്ള പുല്ല് മൊത്തത്തിലെടുത്തിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ മറ്റേ സാധാ പുല്ല് അത്ര സേഫായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് നിൽക്കാനുള്ളൊരു പേടി, പാമ്പുണ്ടാവും എന്നുള്ളൊരു ജസ്റ്റ് ഒരു പേടി. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് മൊത്തത്തിൽ പുല്ലെടുത്തിട്ട് അവിടെ ജില്ലിയിടാന്നുള്ളതാണ്. പക്ഷേങ്കിൽ അതൊരു വൃത്തി തോന്നുന്നില്ല. അപ്പോൾ വിചാരിച്ച് ആർട്ടിഫിഷ്യൽ പുല്ല് വെച്ചിട്ട് ചെയ്തെടുക്കാമെന്ന്. പിന്നെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നുള്ള വിചാരിക്കുന്നുണ്ട്. അന്നേരം ആർട്ടിഫിഷ്യലാണ് നല്ലത് തോന്നിയിട്ടുണ്ട്. മഴയും വെയിലൊന്നും കൊള്ളാത്ത വിധത്തിൽ അങ്ങനെ നീക്കത്തുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വൈകുന്നേരമാണ് കേട്ടോ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ കാർഗോൻ്റെ കാര്യത്തിലേക്ക് കിടക്കാട്ടോ. ഇതിപ്പോൾ ഞാൻ കാർഗോ വിട്ടിട്ടുള്ളത് എയർ കാർഗോ ആണ് കേട്ടോ. 10 ദിവസം കൊണ്ട് നാട്ടിലേക്ക് കിട്ടുന്ന എയർ കാർഗോ ആണ് കേട്ടോ ഞാൻ അവിടുന്ന് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ വരുന്നതിന് ഒരു ദിവസം മുന്നേ നമ്മളിത് വിട്ടിട്ടുണ്ടായിനി. പക്ഷെ നമുക്കിവിടെ എത്തിയത് കറക്റ്റ് 35-ാമത്തെ ദിവസമാണ് കേട്ടോ. 35-ാമത്തെയോ അല്ലെങ്കിൽ 32-ാമത്തെയോ, കറക്റ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഇതിലുള്ളത് എനിക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അബായാണ് കേട്ടോ. ഇമ്പോർട്ടഡ് സാധനമാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. കാർഗോൻ്റെ പേര് പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളായിട്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയാത്തത്. പക്ഷേ പേഴ്സണലി എന്നോട് ആര് വന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരും ഏതാ കാർഗോ എന്നുള്ളത്, അവിടെ ഉള്ളവർ. പക്ഷേ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. നമ്മൾ കാരണം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറല്ലോ. അതുകൊണ്ട് ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവരെ ഇതിൽ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ സാധനങ്ങളും ലൈറ്റും കാര്യങ്ങളും എല്ലാം എയർ കാർഗോ ചെയ്തിട്ടുള്ളത്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതും അവർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത്, അവരുടെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നല്ല പണി എന്ന് പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം കട്ടപ്പണി നമുക്ക് തന്നിട്ടുണ്ടായിന്. 12-ാമത്തെ ദിവസം മുതൽ ഞാൻ അവരെ കോളാക്കുന്നുണ്ടായിന്. ഞാൻ ജെറിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിന്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളെ സാധനം കസ്റ്റംസുകാർ പിടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ കിട്ടൂല. 86,000ഓളം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങളെ സാധനം കിട്ടുമെന്നുള്ളത്. നമ്മൾ ആദ്യം വിചാരിച്ചോ കസ്റ്റംസ് പിടിച്ചിട്ടുള്ളത് എന്തായാലും സാധനം കിട്ടൂല, അവർ പിടിച്ചു വെച്ചതാണല്ലോ, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതെല്ലാം കളവേനു കേട്ടോ. അവർ നമ്മളോട് വെറും കളവാണ് പറഞ്ഞിട്ടുള്ളത്. സാധനം കസ്റ്റംസ് പിടിച്ചിട്ടും ആക്കിയിട്ടും ഒന്നുമില്ല, അവർ ചെക്ക് ചെയ്തിട്ട് വിട്ടിട്ടുണ്ടായിനി. അവരെ സാധനമാണ് കസ്റ്റംസ് പിടിച്ചിട്ടുണ്ടായിന്. അവർക്ക് ലിമിറ്റ് കഴിഞ്ഞിട്ട് അവർക്കൊരു സാധനം എടുക്കുന്ന സമയത്ത് കാലിക്കറ്റിൽ നിന്ന് അവരെ സാധനത്തിന് കസ്റ്റംസ് ഡ്യൂട്ടി കെട്ടേണ്ടി വന്നിന്. അപ്പോൾ അത് നമ്മളെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനേനോട്ടോ. അത് പക്ക പ്ലാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ആകെ കൂടി അവർക്കൊരു 18,000ഓളെ ഡ്യൂട്ടി കെട്ടേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളോട് അവർ പറഞ്ഞിട്ടുള്ളത് 86,000 രൂപ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സാധനം കിട്ടൂ എന്നുള്ളത്. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ എന്നിട്ട് അവർ പറയുന്നത്. പക്ഷെ അവരായിട്ട് ഇങ്ങോട്ട് വിളിക്കുകയോ ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം എനിക്കെന്തോ ഒരു സ്മെല്ല് ഫീലായി.
ഞാൻ എൻ്റെ ഫാമിലിയിൽ തന്നെ കാർഗോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ഓരോ വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, ബോക്സിനായിട്ട് നിങ്ങളെ പർദ്ദക്കായിട്ട് ഒരിക്കലും കസ്റ്റംസ് ഡ്യൂട്ടി കെട്ടേണ്ടി വരില്ല എന്നുള്ള ഇതിൽ. കാരണം നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പേയ്മെൻറ്റെല്ലാം ചെയ്തിട്ടാണ് അങ്ങനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കസ്റ്റംസ് പിടിച്ച് വെക്കൂല എന്നവർ പറഞ്ഞേരം നമുക്ക് സമാധാനമായി. അല്ലെ പിന്നെ എൻ്റെ പർദ്ദൻ്റെ പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നേനെ. ഞാനാണെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് വാങ്ങിക്കലൊന്നുമില്ല, അഡ്വാൻസ് പേയ്മെൻറ്റേ വാങ്ങിക്കലുള്ളൂ. കാരണം സാധനം എൻ്റെ കയ്യിൽ കിട്ടിയാലേ എനിക്കും ഒരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫുൾ പേയ്മെൻറ്റ് ആരോടും വാങ്ങിക്കില്ല. സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടാണ് ഞാൻ ഫുൾ പേയ്മെൻറ്റ് വാങ്ങൽ. അപ്പോൾ അവർ നല്ല പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാസം ഏകദേശം ഒരു 32 ദിവസത്തോളം നമ്മളിങ്ങനെ ഇട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ജെറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജെറി 2-3 ദിവസമായിട്ടാണ് പോയിട്ട് അവിടെ പോയിട്ട് നല്ലോണം സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചു തരാം. പിറ്റേന്ന് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനം കിട്ടിയ വീഡിയോസാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മുന്നേ ഓർഡർ എടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് സെയിലാക്കേണ്ട പർദ്ദയും പിന്നെ എൻ്റെ യൂസ് ചെയ്യേണ്ട പർദ്ദയും എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ പർദ്ദയും അതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അൽഹംദുലില്ലാ കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചെല്ലാം മൊത്തത്തിൽ പോയി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാർഗോയിലെല്ലാം അയക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ അന്വേഷിച്ചിട്ട് എന്താ പറയുക ഫുൾ ക്ലിയർ ചെയ്തിട്ട് മാത്രം അയക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്തായാലും ഞാൻ അവരുടെ അടുത്ത് ജീവിതത്തിൽ എന്തായാലും കാർഗോ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഏതാ കാർഗോ കമ്പനി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് അടക്കം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അവർ ബോക്സ് അടക്കം മാറ്റിയിട്ടുണ്ട്. നമ്മളെ ബോക്സ് മൊത്തത്തിൽ അവർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തം പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. പിന്നെ സാധനമൊന്നും മിസ്സായിട്ടൊന്നുമില്ല കേട്ടോ. അതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ മറന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രിക്ക് തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് നാളെ തന്നെ സെൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഫുഡെല്ലാം കഴിച്ചതാണ് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. അന്ന് രാത്രി നല്ല റൊട്ടിയും പിന്നെ ഉമ്മ നല്ല വറുത്തരച്ച ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ചതാണ് പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ മൊത്തത്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കാർഗോയിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ്, നമ്മൾ ഡെയിലി യൂസിനെല്ലാം വേണ്ടുന്ന കുറച്ച് പാത്രങ്ങളും പിന്നെ മുന്നേ എനിക്ക് എടുക്കാൻ പറ്റാത്ത കുറച്ച് പാത്രങ്ങളും പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് അതെല്ലാം ഞാൻ കാർഗോ വിടാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മളെ പർദ്ദൻ്റെ കൂടെ തന്നെ. ഇന്നൊരു സൺഡേനു കേട്ടോ. ഇന്ന് എണീക്കാനേ കുറച്ച് ലേറ്റ് ആവും. രാവിലെ എണീച്ച് കടന്നിട്ട് പിന്നെ എണീക്കാനേ കുറച്ച് ലേറ്റ് ആവും. കുറച്ച് ലേറ്റ് മീൻസ് ഒരു 8:45 കിച്ചണിലേക്ക് വരിക. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉമ്മാനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 സ്ഥലത്തു നിന്ന് ഫുഡ് ഉണ്ടാക്കലില്ല. ഒന്നിക്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കും. എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ഇതിപ്പോൾ വീട് വേറെ എടുത്തെന്ന് വിചാരിച്ചിട്ട് വേറെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്നും വലിയ നിർബന്ധമില്ലല്ലോ. അവിടെയാണെങ്കിലും ഉമ്മയും ഉപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇക്കാക്കിയും. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് ഉണ്ടാക്കലും കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ എന്തോ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മൈൻഡ് ആക്കിയിട്ടില്ല. എന്ത് കമൻറ്റാണെന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം ഞാൻ ആ ഒരു ഇതിലേ എടുക്കുന്നുള്ളൂ. എണീറ്റ് വന്ന് നമ്മൾ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇന്നിപ്പോൾ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മൂഡാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഓരോരോ മൂഡ് അനുസരിച്ചിട്ടാണ് ഞാൻ ആക്കുക. ഒന്നിക്ക് കാപ്പി ആക്കും, അല്ലെങ്കിൽ കട്ടൻ ചായ ആക്കും, അല്ലെങ്കിൽ ചായ ആക്കും. അങ്ങനെയാണ്. ഇന്നിപ്പോൾ എന്തായാലും ചായ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ 2-3 കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചായപ്പൊടി ഇടുന്ന പാത്രവും പിന്നെ നമ്മളെ ഷുഗർ ഇടുന്ന പാത്രവും ഇടുന്ന വാങ്ങിയെന്നുള്ളത്. ചായപ്പൊടിൻ്റെയും രണ്ടും നമ്മളെ സൗദിയിലെ ദമാമിലെ റെഡ് ടാഗിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഓഫറിന് കിട്ടിയിട്ടുണ്ടായിന്. 45 റിയാൽ സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത്. രണ്ടിനും സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ. ഒരുവിധം ഐറ്റംസ് എല്ലാം ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് നമ്മളെ നാട്ടിലത്തെ ഹോം സെൻറ്റർ
കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, കോഴിക്കോട് നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറത്തുനിന്ന് ഞാൻ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്, നിക്ഷാനിന്നും എടുത്തിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഓൺലൈനിലും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ പാത്രങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ടെല്ലാം കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ടൈമും അങ്ങനത്തെ വീഡിയോസെല്ലാം എടുക്കുമ്പോണ്ടല്ലോ സമാധാനത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വലിച്ച് വാരി ഇട്ടിട്ട് വീഡിയോ എടുക്കാറല്ലോ, പിന്നെ നല്ലൊരു മനസ്സും ക്ലിയർ ആയിരിക്കണം. ഇതിപ്പോൾ ഇഷ്ടംപോലെ ഒരു വീഡിയോ എടുക്കുമ്പോൾ സൈഡിൽ വന്നിട്ട് ഫുൾ ചൊറിയായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകാറ്. ഫുൾ ക്ലിയറായിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഒരു ദിവസം എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കാം. നമ്മളെ കിച്ചൺ ടൂറായിട്ട് ചെയ്യുക, പാത്രങ്ങളും ഇതെല്ലാം എന്താ പറയുക റേറ്റും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് എന്തായാലും വ്ളോഗ് എടുക്കാം. അപ്പോൾ അതെല്ലാം അടക്കിട്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ചായക്ക് കടിയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും വേണ്ട, അങ്ങനെയാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ കുറച്ച് അധികം വെള്ളം കുടിക്കും, നല്ലോണം വെള്ളം കുടിക്കും. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഫ്രഷ് ആവലും ഇതെല്ലാം കഴിയുക. കുറച്ച് സമയം ഇറയത്തിരുന്ന്, കുറച്ച് സമയം ഊഞ്ഞാലാടി, കുറച്ച് സമയം സോഫമ്മലിരുന്ന് ഫോൺ കൊണ്ട് കളിച്ച് അങ്ങനെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വരിക. എന്നിട്ട് ഇതാ ചായയും 2 ഈത്തപ്പഴം പിന്നെ നമ്മളെ ലിറ്റിൽ ഹേർട്സിൻ്റെ ബിസ്ക്കറ്റും. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ലിറ്റിൽ ഹേർട്സിൻ്റെ ബിസ്ക്കറ്റും. എൻ്റെ മാത്രമല്ല എൻ്റെ മക്കളെയും ഉമ്മാൻ്റെയും എല്ലാവരെയും. അപ്പം അതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഉമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മാക്ക് ഞാനിതാ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഗൈസ്, പണി കൊടുത്തിട്ടുണ്ട് ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ട്. ഉമ്മ തന്നെയാണ് കേട്ടോ ഒറോട്ടി ഇടൽ, പണി കൊടുത്തതെന്നല്ല, ഉമ്മ തന്നെയാണ് കേട്ടോ ഒറോട്ടി ഇടൽ. ഉമ്മാൻ്റെ ഡ്യൂട്ടിയാണ് ഒറോട്ടി ഇടൽ. ഇപ്പം നെയ്പ്പത്തില, വെള്ളയപ്പം അങ്ങനെയെല്ലാം ആണെങ്കിലും ഞാൻ ഉണ്ടാക്കും, അല്ലാത്തതെല്ലാം ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മ ആടുന്ന് ഒറോട്ടി ഇടുന്നുണ്ട്. നല്ല എന്തോ മത്തിക്കറി, മത്തിയേനു അയിലേനു അങ്ങനെ എന്തോ ഒരു കറിയാണ്, എന്തായാലും മുളകിട്ടതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഉമ്മ ആടുന്ന് കറിയെല്ലാം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ വന്നിട്ടുണ്ട് എന്തിന് നമ്മളെ പാത്രമുണ്ട്, പാത്രം എന്നല്ല സോറി നമ്മളെ കാർഗോയിൽ കുറച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. ഇത് മുന്നേ വീട്ടിൽ കൂടുന്ന സമയത്തെ ഞാൻ വാങ്ങിച്ച നമ്മളൊരു ഇതേനു ഒരു സെറ്റിലൊരു പാത്രം അവിടെ ബാക്കിയായി പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം പോയാൽ ഞാൻ കണ്ടത് കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് അന്നേരം വെയിറ്റ് കൂടുതലായതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കാർഗോയിൽ വിട്ടിട്ടുണ്ടായിന്. എൻ്റെ ഫേവറേറ്റ് കളറാണ്, ഫേവറേറ്റ് പാത്രമാണ്. ഇത് വെറുതെ ഷോന് വെച്ച് കഴിഞ്ഞാലും നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കായ്പോളിയും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, അതെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 5 റിയാലിൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു കത്തി വാങ്ങിയിട്ടുണ്ട്. ഈ കത്തിൻ്റെ ഒരു മുഞ്ച് കണ്ടിട്ട് വാങ്ങിയതാണ്. യൂസ് ആക്കോ ഇല്ലേ നല്ല പറയാൻ പറ്റുമോ. പിന്നെ ആങ്കർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ സൗദിയിൽ ദമാമിലുള്ള റൂമിലുള്ള സെയിം സാധനമാണ്. അപ്പോൾ അത് കണ്ടേരം ഞാൻ വിചാരിച്ച ഒരു വൈബിൽ അങ്ങനെ എടുത്ത് വന്നതാണ് കേട്ടോ. പിന്നെ ഷയാന് വാങ്ങിയതാണ് ഇത് സ്നാക്സ് ബോക്സും പിന്നെ ലഞ്ച് ബോക്സും അതെല്ലാം. പക്ഷെ എനിക്ക് ഇവിടുന്ന് പുതിയത് വാങ്ങിയോണ്ട് ഞാൻ അങ്ങനെ തന്നെ സേഫ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ലോ ഉമ്മ ഇടുന്ന റോട്ടിയും കറിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മൊത്തത്തിൽ ഫുള്ള് വലിച്ച് വാരി ഇട്ടിട്ടാണ് ഇട്ടുള്ളത്. ഫുള്ള് പെട്ടി മൊത്തം വലിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പിങ്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തും എടുത്തു പോവും. അങ്ങനെ എടുത്തതാണ് ഒരു സിട്രസിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമില്ലേ, അത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് മാക്സിൽ നിന്ന് ഓഫറിന് കിട്ടിയതാണ് കേട്ടോ. മുന്നേ 95 റിയാൽ സംതിങ് റേറ്റ് ഉണ്ട്. അപ്പോൾ 35 റിയാൽ സംതിങ്ങിന് കിട്ടിയാൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇടുവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല. പിന്നെ ഈ ഒരു ആൻറ്റിക് ഐറ്റം കണ്ട നമുക്ക് റിങ്ങെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെടുത്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടമായി. അതെനിക്ക് ജെറി എടുത്തുന്നതാട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും മുളകിട്ട് എന്തോ കറിയായിരിക്കും എന്തായാലും എന്നുള്ളത്. അപ്പോൾ രാത്രിക്കത്തെ കറിയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കിയിട്ട് പിന്നെ രാവിലെ യൂസാക്കലാണ്. നല്ല റോട്ടിയും നല്ല മത്തിയല്ല അയിലക്കറി, പിന്നെ അയില പൊരിക്കാനുണ്ട് കേട്ടോ. ഞാനിതാ മൊത്തത്തിൽ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്, ഒരുക്കിയെടുക്കലാണ്. എൻ്റെ കൂടെ തന്നെ എൻ്റെ 2 അസിസ്റ്റൻസും ഉണ്ട്. എന്തിന് വൃത്തിയാക്കാനല്ല, എല്ലാം വലിച്ച് വാരി ഇടാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടി അമ്മാതിരി കളി കളിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ ഇതാ മീൻ പൊരിക്കാനിട്ടിട്ട് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഞാൻ പൊരിക്കുന്ന പോലെ ആക്കിയിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അന്നേരം ഉമ്മ ഉണ്ടങ്ങ് പറയുന്നത് വലിയ ആളമാതിരി നീ എടുക്കുന്ന വീഡിയോ ഞാനല്ലേ പൊരിക്കാനിട്ട്. ഞാൻ പറഞ്ഞ സാരിയില്ല, അങ്ങനെ വിചാരിച്ചോട്ടെ, ഞാൻ തന്നെ ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും വിചാരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുക്കലാന്ന് കേട്ടോ.
സമയം ഇപ്പം ഏകദേശം ഒരു 10:45 11 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഫുഡ് കഴിക്കുന്ന ടൈമായത്. ഞായറാഴ്ച നമ്മൾ കുറച്ച് ലേറ്റ് ആവും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാത്ത സമയം നമ്മളൊരു 10 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. പക്ഷേ ഞാനിപ്പോൾ മദ്രസയിലായിട്ട് പോകുന്നില്ല കേട്ടോ. സാധാ മദ്രസയിൽ പോകുന്നില്ല, സ്കൂളിൽ തന്നെ മദ്രസ ഉണ്ട്. ആദ്യത്തെ ഒരു 1 അവർ മദ്രസയാണ് കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ സ്കൂളിലെ മദ്രസയിൽ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് കിട്ടും. അതായത് കുറച്ച് സമയം കിടന്നുറങ്ങാനുള്ള ഒരു ടൈം കിട്ടും രാവിലെ തന്നെ. അല്ല പിന്നെ രാവിലെ ഇങ്ങ് എണീക്കേണ്ടി വരും. എനിക്കൊരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ വാന് വരും. അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കണം. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ രാവിലത്തെ മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റാത്തത്. എന്തായാലും സ്കൂൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞേക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഇതാ ഞാനും ഉമ്മയും കൂടി ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. ഷാനെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഞാൻ ഈ ഒരു ബെയ്യപ്പുറം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വലിയ കാട്ടമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് പിന്നെ ഒരു വലിയൊരു മാച്ചിലുണ്ട്, ഉപ്പാൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതും എടുത്ത് വന്നിട്ട് അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. നോക്കുമ്പോൾ നല്ല വെയിലോട് വെയിൽ, വലിയ ആളമാതിരി അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ പിന്നെ അവിടെ തന്നെ ചാടിയിട്ട് ഇങ്ങ് വന്നിട്ടാ. എൻ്റെ കൂടെ തന്നെ നോക്കിയ ഒരാൾ ഇറങ്ങി വന്നിട്ട് ഷമോൾ എൻ്റെ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ട്. നട്ടാ പൊരിയുന്ന വെയിൽ. സമയമാണെങ്കിൽ 11:15 ആ ഒരു ടൈമേ ആയിട്ടുള്ളൂ. നമ്മൾ ആ ഒരു തണൽ കണ്ടിട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ ഭയങ്കര വെയിൽ. ഞാനപ്പാടും മാച്ചിലും എടുത്തിട്ട് ഇതാ തിരിച്ചു പോക്കാന്ന് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്പയങ്ങ പണ്ടത്തെ, അതാണ് കേട്ടോ. ഇത് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നൊസ്റ്റു ഫീലാണ് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത്. ഇതൊരു ബ്രൗൺ കളറാവും. പെറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് നല്ല പുളിയാണ് കേട്ടോ. ഇത് ഇതുവരെ പെറുത്തിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു ഇതിലായിട്ട് ഇങ്ങനെ പോകാന്ന് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതാ ബാക്കിലെല്ലാം പുല്ലെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് തന്നെ പുല്ലെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ആദ്യം പുല്ലേനു, സാധാരണ പുല്ലേനു. എന്നിട്ട് അത് മാറ്റിയിട്ട് ഞാൻ ജില്ലി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒരു രസം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ പുല്ല് വെക്കുന്നവരോട് ഞാനിവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാലോ അയാൾ പറഞ്ഞു ഇവിടെ നമുക്ക് ചെടി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഈ ഒരു മോഡൽ ചെടി. അധികം വീട്ടിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇത്രയേ വളരും പോലും. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഒരു പീസിന് 200 സംതിങ് ആയിട്ട് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് അയാൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ കുഴിച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ആടെ ഒരു ഗ്രാസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കണം, എന്നാലേ ആ ഒരു ഫിനിഷിങ് കിട്ടും. ഇപ്പം മണ്ണായതുകൊണ്ട് ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ തിരിച്ച് റൂമിൽ എന്ന് പറയുന്നു വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മളെ പണി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അലമാരിയെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കൽ, ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. മൊത്തത്തിലൊന്ന് വലിച്ച് വാരി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. മൊത്തത്തിലൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഒരിക്കലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. വീട്ടിൽ കൂടിയിട്ട് ഇപ്പോൾ 8 മാസമെല്ലാമായി. പക്ഷേങ്കിൽ എൻ്റെ ഒരുക്കി ഇതുവരെ ഒരുക്കം സെറ്റായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സെറ്റാവുമായിരിക്കും. സെറ്റാവണമല്ലോ, സെറ്റായല്ലേ പറ്റും. അപ്പം അങ്ങനെയല്ലാന്ന്. ഇത് നമ്മളെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടെ ആകെ 1 2 തവണയേ കിടന്നിട്ടുള്ളൂ. നമ്മളെപ്പോഴും അപ്പുറത്തെ റൂമിൽ തന്നെയാണ് കേട്ടോ കിടക്കൽ. ഈ ഒരു ബെഡ്റൂം ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ആ ഒരു കർട്ടൻ്റെ ഭാഗത്ത് പൂൾ ഏരിയ കാണുന്ന വിധത്തിൽ അവിടെ ഒരു ഗ്രില്ലും ഡോറും ഉണ്ട് നമുക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട്. എൻട്രൻസ് മീൻസ് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല, നമ്മൾ ഇതുവരെ തുറന്നിട്ടില്ല. അതാണ് വേറൊരു സത്യം. പിന്നെ നമ്മൾ ആക്കുന്ന സമയത്ത് അങ്ങനെയെല്ലാം വിചാരിക്കും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവിടെ ഇറങ്ങണം എന്നെല്ലാം വിചാരിക്കും. പക്ഷെങ്കിൽ നമുക്കതിനുള്ള ഒരു ടൈമും ആ ഒരു മൂഡും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയല്ല എന്നിട്ടാ. അപ്പോൾ അത് ഇതുവരെ തുറന്നിട്ടില്ല. ഇനി ഇൻഷാ അല്ലാഹ് എല്ലാം തുറക്കണം യൂസാക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ എനിക്കിഷ്ടമില്ലാത്ത പണി, ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പണി, കുളിക്കുന്നതിനും കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ചെയ്യുന്ന പണി പാത്രം കഴുകൽ. അപ്പോൾ ഇതാ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടിച്ചു വാരുന്നതിന് മുന്നേ ഇന്ന് പാത്രം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞാൽ ചിലപ്പം മടിയായാലോ എന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെയെല്ലാം ഒന്ന് ഒരുക്കി വെച്ച് ഒന്ന് ക്ലീനാക്കി ഒന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട്. അതോടെ നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അലക്കാൻ ഞാൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിന്, ആറിയിടാനും കൂടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞ്. പിന്നെ ഷയാന് ഇന്ന് ഒരു കല്യാണമുണ്ട്. ഷയാനല്ല കല്യാണം, ആക്ച്വലി ഉപ്പാക്കാന്ന് കല്യാണം. അപ്പോൾ ഷയാൻ ഉപ്പാൻ്റെ കൂടെ പറഞ്ഞേക്കലാന്ന്. അപ്പോൾ 1-2 മണിക്കൂർ എനിക്ക് റെസ്റ്റ് കിട്ടുമല്ലോ. അല്ലെ പിന്നെ ഇവൻ്റെ കൂടെ ഇങ്ങനെ ബാക്കിൽ നടക്കേണ്ടി വരും. ഓന് വലിച്ച് വാരി ഇടുന്ന സാധനം എടുത്ത് വെക്കലും പിന്നെ ഓന് കലമ്പലും. സ്കൂളില്ലാത്ത ദിവസം എനിക്ക് കലമ്പും മടിയും നല്ലോണം കിട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ ഓന് അതുകൊണ്ട് പോയിട്ട് ബിരിയാണിയെല്ലാം തിന്നിട്ടാന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പാൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പാപ്പ റെഡിയാവുന്നവരെ ഞാനിതാ TV വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി തുണി ആറിയിടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്, കാരണം നമ്മൾ മേലയിൽ 4 പിറകുകൾ കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല നാച്ചുറൽ ലൈറ്റ് തന്നെ ഉണ്ട് തണാലെല്ലാം. പക്ഷേ കിച്ചണിലൊന്നും തീരെ ലൈറ്റ് ഇല്ല കേട്ടോ. കിച്ചണിലും റൂമിലൊന്നും തീരെ വെളിച്ചം കിടക്കില്ല. പക്ഷെ തണാല് നല്ല വെളിച്ചമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് 4 ഡ്രസ്സ് എനിക്ക് തന്നിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് ഇട്ടുവെക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമുക്ക് എങ്ങനെ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും പുതുതായിട്ടൊരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാലും വാങ്ങിക്കഴിഞ്ഞാലും അത് ഇട്ടുവെക്കാണ്ട് ഒരു സമാധാനം ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ഞാൻ ഇന്നലെ പോയ സമയത്ത് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചു വാരി കഴിയുന്നതിന് മുന്നേ ആ ഗൈസ് അതെല്ലാം എടുത്ത് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇഷമോളെ ഉറക്കിയിട്ട് മൊത്തത്തിലൊന്ന് കുളിച്ച് സെറ്റായിട്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ഇട്ടുനോക്കിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കുളിക്കാൻ പോകുമ്പം ഇഷമോക്ക് ഞാൻ TV വെച്ച് കൊടുക്കാന്നിട്ടാ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, ഒരു 1.5 കൊല്ലമായി ഞാനൊരു മനസ്സമാധാനത്തിൽ കുളിച്ചിട്ട്. നമ്മളെ ചിന്ത മൊത്തം എന്താക്കുന്നോളി എന്നുള്ള ഒരു ഇതിലായിരിക്കും. ഫുൾ എന്താ പറയുക, ഒരു സമാധാനത്തിൽ കുളിക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാ സെറ്റാവുമായിരിക്കും, റെഡിയാവുമായിരിക്കും. അപ്പോൾ വേഗം തന്നെ അവിടെ ഇരുത്തിയിട്ട് മൂഡ് മാറുന്നതിന് മുന്നേ കുളിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ജ്യൂസ് അടിക്കലാണ് കേട്ടോ. നല്ല മുസമ്പി ജ്യൂസ് അടിച്ച് കുടിക്കാനൊരാഗ്രഹം. കുറേ കാലമായി മുസമ്പി ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കരിയുന്നു, അന്നെ എന്തെങ്കിലും ചെയ്യറാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്ന മുസമ്പി ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന്. അങ്ങനെ ജ്യൂസെല്ലാം അടിച്ച് ദൈശമൂക്കും കൊടുത്ത് ഞാനും കുടിക്കലാണ് കേട്ടോ. ഉച്ചക്കത്തേക്ക് മന്തിയേനു കേട്ടോ. ഇന്നലെ വാങ്ങിയ മന്തിയിൽ റൈസ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച റൈസ് അങ്ങനെ തന്നെ ബാക്കിയുണ്ടായിരുന്നു, നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കലാന്ന് കേട്ടോ. പിന്നെ ഓവൺ നമ്മളെപ്പോഴും യൂസാക്കലുണ്ട്. ഇത് പോയി ചൂടാൻ പറ്റാത്തൊരു സാധനമായിട്ടുണ്ട് കേട്ടോ ഓവണ്. എല്ലാം ചൂടാക്കാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇഷമോളെ കൈ നോക്കിയേ എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയില്ല. ഓളൊരു ദിവസം കരഞ്ഞിട്ടുണ്ടായിന്, പക്ഷെ അന്നൊന്നും കണ്ടിട്ടില്ല. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പം കൈ എങ്ങനെയോ പൊള്ളിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കല പോവാൻ ഇൻഷാ അല്ലാ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. മുന്നേ ഞാൻ തന്നെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ, അതിനിപ്പോൾ നാളെ ആറ്റം പോയിട്ട് വാങ്ങണം ഇൻഷാ അല്ലാ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എന്തേനപ്പോൾ കഴിഞ്ഞ് ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ തിരിച്ച് വന്ന് നമ്മൾ ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വേഗം വന്നിട്ടുണ്ട്. ഇഷമോളെ ഉറക്കിയിട്ട് ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആദ്യത്തെ ഡ്രസ്സ്. ഈ കളറ് എൻ്റെ ഫേവറേറ്റാണ്, അടിപൊളി കളറാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളി നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഈ ഡ്രസ്സ് വാങ്ങേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ കമൻറ്റിൽ പിന്നാക്കി വെക്കാം കേട്ടോ. അവരെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിന്നാക്കി വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മൊത്തം കിട്ടും ഇൻഷാ അല്ലാ. പിന്നെ കുറേ പേര് മുന്നേ എന്നോട് ചോദിക്കലുണ്ട്, നിങ്ങൾ എവിടുന്ന ഡ്രസ്സ് എടുക്കൽ അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറേ ആയി അങ്ങനത്തെ ചുരിദാറെല്ലാം ഇട്ടിട്ട്, ഞാൻ ലാസ്റ്റ് പെരുന്നാൾക്ക് അറ്റം ഇട്ടതാന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്നല്ല, എനിക്ക് ഇടാൻ സുഖവും കംഫർട്ടും എല്ലാം ഇങ്ങനത്തെ എന്താ പറയുക വെസ്റ്റേൺ വെയർ ആണ് കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനെ തന്നെയാണ് യൂസ് ആക്കൽ. കല്യാണത്തിനും പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ളതാണ് അങ്ങനെ ഡ്രസ്സ് യൂസ് ആക്കൽ. അധികം അബായും പിന്നെ വെസ്റ്റേൺ വെയർ ആണ് കേട്ടോ യൂസ് ആക്കൽ. ഇത് കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സേനു കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, എന്താണെന്നറിയില്ല, അടിപൊളിയേനു. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നേരിട്ട് കാണാനാണ് അടിപൊളി. ഇവരെ ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ പൊള്ളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. 100% ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി. അടിപൊളിയാണ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല നല്ല ഡ്രസ്സ് അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ഇന്ന് തന്നെ കയറി വാങ്ങിക്കോ. എന്താ പറയുക, ഇതെല്ലാം അത്രയും സ്റ്റോക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറി വാങ്ങിക്കോ. ഈ ഒരു ഡെനിമിന് ഓഫ് വൈറ്റ് ഷോൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം പെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെസ്റ്റിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഒരു ബെൽറ്റ് വെച്ചിട്ട് കൂടി സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. ഈ ബ്ലാക്ക് ഷോൾ ഒട്ടും ചേരുന്നുണ്ടായിട്ടില്ല കേട്ടോ, ഒരു രസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങക്ക് ഏതാ ഇഷ്ടമായെന്ന് നിങ്ങൾ എന്തായാലും കമൻ്റ് ആക്ക്. പിന്നെ മൂന്നാമത്തത് ഈ ഒരു കോഡ് സെറ്റാണ് കേട്ടോ. അതും അടിപൊളി തന്നെയാണ് കേട്ടോ. നമ്മളെ കൈൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് മറ്റേ ഇപ്പോഴത്തെ ഒരു മോഡൽ സ്ലീവില്ലേ, എന്തോ ഒരു സ്ലീവ് എന്ന് പറയാനുണ്ട്, ഒരു ചുരുക്ക് വന്നിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഡയറക്റ്റ് ക്യാമറയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കാനൊരു മടി, അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്ലറാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ എല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ, ഇതിലെന്താണെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എനിക്കങ്ങനെയാണ്, ഓരോന്നിൽ ഞാൻ കാണിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി, എനിക്ക് നല്ലോണം ചേരുന്നൊരു കളറാണ് കേട്ടോ. അപ്പം ഇതും അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നാലാമത്തെ ഡ്രസ്സ്. ഒരു ഗൗൺ ടൈപ്പാണ്, പാർട്ടി വെയർ ഗൗണായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയതാണ്. നല്ല കളറ്, എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള കളറ് നോക്കിയിട്ട് എൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു കളർ സെൻസ് നോക്കിയിട്ടാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. എല്ലാം എനിക്ക് നല്ലോണം ചേരുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. മീൻസ് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങാം കേട്ടോ. എന്തായാലും ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പിന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പണ്ട് എനിക്ക് ഈ ഒരു സെയിം കളർ ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഒരു കളറിൽ തന്നെ കുറേ ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് അനാർക്കലി ആ ഒരു ട്രെൻഡുള്ള സമയത്ത് ഇതേ കളറിൽ ഞാൻ കേട്ടോ എനിക്ക് കൂടുതൽ ഡ്രസ്സും ഉണ്ടായിട്ടുള്ളത്. പിന്നെ വെസ്റ്റേൺ ടോപ്പും കുറേ ഉണ്ടായിട്ടുണ്ട്, കുറേ നിങ്ങൾ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഈ പച്ച, കട്ടിപ്പച്ച, ഇളംപച്ച ഇതിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് അത് ഇടാൻ വേണ്ടിയിട്ട്. അതിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഓവർ കോൺഫിഡൻസാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ വീഡിയോസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂറത്തെ കഷ്ടപ്പാടായിരുന്നു ഈ വീഡിയോ എടുക്കൽ. എന്താ പറയുക, ഒന്ന് ഡ്രസ്സ് കഴിച്ച് വെക്കുന്നു, വേറൊന്ന് എടുത്തിടുന്നു, മറ്റൊന്ന് വലിച്ച് വാരിയിടുന്നു, തലവാരുന്നു, ഇതെല്ലാം അയച്ചാൽ എനിക്കിതൊന്നും മെനക്കെട് പണി ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയല്ലോ വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട്. ഒന്നാമത് ഇഷ്ടമോളെ ഉറക്കിയിട്ടാണ്, പിന്നെ അത് മാത്രമല്ല എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അല്ല പിന്നെ രാത്രി നമ്മളെ വണ്ടി ഓടൂല, അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാം എടുത്ത് വെക്കലാണ്. ഫോട്ടോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ട്രൈപോഡിൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്ന സാധനം മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ അല്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇഷമോൾ എണീറ്റേട്ടാ. ഇത് ഞാൻ രാത്രി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി, അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നോക്കും, പിന്നെ അതിട്ടിട്ട് എനിക്ക് എവിടെയെങ്കിലും പോകാനൊരാഗ്രഹമായിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ ഡെനിമ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വീണ്ടും ഒരു വീഡിയോസെല്ലാം എടുത്ത് വന്നിട്ടുണ്ട്.
രാത്രി നമുക്ക് ഇന്നത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ നല്ല നെയ്പ്പത്തിലും പിന്നെ ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. പിന്നെ ഉമ്മയും ഇവരെല്ലാം കൂടി എവിടെയോ പോയിട്ടുണ്ട്. ഉമ്മയും ഉപ്പയും ഷെയാനും കൂടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒരു 8 മണിയാകുമ്പോഴത്തേക്കെല്ലാം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇന്നത്തെ ഫുഡിൻ്റെ പണി എനക്കാണ്. ഉമ്മ രാത്രിക്കത്തേക്ക് എനിക്ക് പണി തന്ന് ഗൈസ്, പണി തന്ന് എന്നെ കുറേ വിളിച്ചിട്ടുണ്ടായി പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ വരുന്നില്ല, ഇന്ന് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് നല്ല പണി തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ചായ ആക്കി കുടിച്ചിട്ടുണ്ട്. ആരും ഇല്ലാത്തതുകൊണ്ട് ചായ ഒന്നും ഇരുന്ന് കുടിക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അനങ്ങാണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്പ്പത്തിന് ഓൾറെഡി ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് വറ്റിച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. വറ്റിച്ചിട്ടല്ല, വറ്റിച്ചിട്ട്. ഇനി അത് കമൻറ്റ് വരും, എന്തെന്നായി ഇത് വറ്റിച്ചിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. എൻ്റെ നോർമൽ സ്ലാങ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മാറ്റാൻ പറ്റുമോ ഗൈസ്? മാറ്റാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാണോ അത് തന്നെയാണ് കേട്ടോ എൻ്റെ വ്ളോഗിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മളെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ഷെയർ ആക്കുന്നുള്ളൂ. നിങ്ങളെല്ലാം പോലെ നമുക്ക് സാഡ് മൊമെൻറ്റ്സ് ഉണ്ട്, പിന്നെ മൂഡ് സ്വിങ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഷെയർ ആക്കുന്നില്ല. നമ്മളെ ഹാപ്പി ആയിട്ടുള്ള നല്ല എൻജോയ് ചെയ്യുന്ന ഒരു കാര്യങ്ങളെ നമ്മൾ ഷെയർ ആക്കുന്നുള്ളൂ. ഒരു ദിവസം നല്ലതാണെങ്കിൽ മറ്റേ ദിവസം എനിക്ക് പെടുക്കായിരിക്കും. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളെ ലൈഫ് ഇത് കണ്ടിട്ട് ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. നമുക്കും നമ്മളേതായ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് മൊത്തത്തിൽ അങ്ങ് പബ്ലിക്കാക്കി ഷെയർ ആക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ലാന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ നെയ്പ്പത്തിലും പിന്നെ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം ഇവിടെ ഓരോന്നായിട്ട് റെഡി ആകുന്നുണ്ട്. എല്ലാം കൂടി ഒരേ ടൈം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. എനിക്കിങ്ങനെ സമയം ലാഭിക്കാൻ ഭയങ്കര മിടുക്കാന്ന്. എല്ലാം ഒരുമിച്ച് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തിട്ട് വേഗം ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നാവും. പക്ഷെങ്കിൽ മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം പിടിച്ചാലും എൻ്റെ പണി ഒരുങ്ങൂല. അങ്ങനെയാണ്. അപ്പോൾ ഫുഡെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാനെ അവരെയും വിളിച്ചു നോക്കി. അപ്പോൾ അവരൊരു 8:30 8:45 ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഫുഡ് ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവരെയൊന്നും വെയിറ്റ് ചെയ്യാൻ എനിക്കില്ലാന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫുഡെല്ലാം കഴിച്ച് പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് അങ്ങനെ കൂടുതലൊന്നും കഴുകാനൊന്നുമില്ല കേട്ടോ. അപ്പടപ്പടം കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ വലിയ പണിയായിട്ടൊന്നും തോന്നലില്ല. കൂട്ടി വെക്കുന്ന സമയത്താണ് കുറേ പണിയായിട്ടെല്ലാം തോന്നൽ. പണിയെല്ലാം വേഗം ഒരുങ്ങലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാനൊരു വ്ളോഗ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന്. അതെനിക്ക് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാനൊന്നും ഇടാണ്ട് നടന്നു പോകുന്നുണ്ടായിന്. അപ്പോൾ അത് എനിക്കൊരു വിഷമമാണല്ലോ. വിഷമമല്ല, എന്നെ കൊന്നാളിയപ്പെടും. അതുകൊണ്ട് ആപ്പട് ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് TV കണക്ട് ചെയ്തിട്ട് നോക്കലാണ്. പിന്നെന്താ, അപ്പോൾ ഈ വ്ളോഗ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടോക്കട്ടെ. നമ്മളെ പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ നൊസ്റ്റാൾജിയും അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ, മുന്നത്തെ വ്ളോഗ്. പിന്നെ അത് ഇശമോളെ TV കണ്ടിട്ട് അന്തം വിട്ട് കുന്തം പോലെ നോക്കുന്നുണ്ട്. ഉമ്മ എന്നെ കണ്ടു എന്നുള്ള ഒരു ഭാവത്തിൽ. അപ്പം അങ്ങനെ അപ്പോഴത്തേക്ക് ഇതാ പോയവരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവരെല്ലാം ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. സമയം ഇപ്പം ഏകദേശം ഒരു 9 മണി 9:15 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവനിങ്ങനെ വെറുപ്പിച്ച് വിടല. എൻ്റെ വീഡിയോ ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഓന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കലാന്ന് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് പഴയ വ്ളോഗെല്ലാം കണ്ട്, പണ്ട് നമ്മൾ ലുലു പോയിട്ട് പർച്ചേസ് ചെയ്തതും അവിടുത്തെ ഈദ് വ്ളോഗ് അങ്ങനെയെല്ലാം ആയിട്ട് കുറേ വ്ളോഗെല്ലാം കണ്ട് കുറച്ച് സമയം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ ഒരു വ്ളോഗായിട്ട് വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എന്തായാലും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, മൂഡും കൂടി ഉണ്ടാകണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.